നിങ്ങൾ സൈക്കിളിനെ സ്നേഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയിനെയും ഡ്രൈവ് ട്രെയിനെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സൈക്കിളിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ ചെയിനും ഡ്രൈവ് ട്രെയിനൊക്കെ ആണല്ലോ. ഡ്രൈവ് ട്രെയിനും ചെയിനും വൃത്തിയായിരുന്നാൽ മാത്രമേ സൈക്കിൾ ഭംഗിയായിട്ട് ഓടുകയുള്ളൂ. അത് വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ ഇതിന് നല്ല ലൈഫ് ഉണ്ടാവുകയുള്ളൂ. അതെ, ഇത്രയും പറഞ്ഞത് ഞാനിതൊന്നും വൃത്തിയാക്കി വെക്കുന്നില്ല എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സർജറി ആയി കഴിഞ്ഞ് റെസ്റ്റാണ്. അതുകൊണ്ട് സൈക്കിളും ചവിട്ടുന്നില്ലതാ, കണ്ടല്ലോ. വളരെ മനോഹരമായി അഴുകായിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നിഷാൻ ഒരു പുതിയ ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു സാധനം മാജിക് ഡ്രൈവ് ട്രെയിൻ ക്ലീനർ. ഇത് ഭയങ്കര മാജിക്കൊക്കെ കാണിക്കുന്ന ഒരു ഡീഗ്രീസർ എന്നാണ് നിഷാൻ പറയുന്നത്. ഭയങ്കരമാണോ? പെട്ടെന്ന് പോകും. അതായത് നിഷാൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ നമ്മുടെ വില കൂടിയ മക്കോഫ് പോലുള്ള ബ്രാൻഡിനെയൊക്കെ മലത്തി അടിക്കാൻ കഴിവുള്ള സാധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ശരി, നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഇത് മാത്രം അഴുക്കുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ വീട്ടുകാരുടെ ഇടി വേണ്ട എന്നുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടോളൂ. കാരണം അല്ലേ പണി കിട്ടും. കാരണം ഈ സാധനം ഒലിച്ചിറങ്ങുമല്ലോ. അപ്പോൾ നോക്കാം. ഇത് ഇങ്ങനെ എടുക്കുന്നു. ഇത് സ്പ്രേ ആണോ? ശരി, ഓക്കെ. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു, കറക്കുന്നു. ഓക്കെ, ശരി. ഇപ്പം തന്നെ ഇവിടെയൊക്കെ ഉണ്ടോ? ഇതെങ്ങനെ? ഓക്കെ, ശരി. ഇപ്പം തന്നെ ഇളവി തുടങ്ങി. താഴെ നോക്കി. ഇത് ഒന്നും ചെയ്തില്ല, അപ്പം തന്നെ താഴെ അഴുക്കളവി വീഴുന്നുണ്ട്. ശരി, നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, എൻ്റെ നല്ലൊരു ഇതിന് ചെയ്ത് പഠിക്കാൻ പറ്റിയ. അതെ, ഓക്കെ. നമ്മൾ സാധാരണ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്രഷിലും ഈ ഗ്രീസ് കയറി ലോക്കായിട്ട് പിന്നെ ബ്രഷ് ക്ലീൻ ചെയ്യേണ്ടി നടക്കും. ഓക്കെ. ബ്രഷ് ഇങ്ങനെ കടത്തിരുന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ക്ലീൻ ആവും. ശരി, എന്നാൽ അത് കണ്ടു തന്നെ അറിയണമല്ലോ. നോക്കാം. ശരി, ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുമ്മാ കറക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോ എന്താണെങ്കിലും ഞാൻ ഇതേ സ്പീഡിൽ തന്നെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇതിന് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്താണോ, അപ്പോൾ എത്ര സമയം എടുക്കുമെന്ന് ഏകദേശം നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും. ശരി, വീണ്ടും ഒന്നുകൂടെ അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇങ്ങനെ അടിച്ച് കളയാനുള്ളതുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. മക്കോഫ് ഒന്നും മറ്റും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. വളരെ തുച്ഛമായ വിലയുമാണ്. നോക്കാം, നമുക്ക് അത് വില അവസാനം പറയാം. ഇത് ഒന്നുകൂടെ ഉരച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്താ താഴെ കാര്യമായിട്ട് വീഴുന്നുണ്ട്. ഓക്കെ, ശരി, എന്താവും നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ചെളിക്കും ഞാൻ എൻ്റെ സൈക്കിളിൽ എടുത്തുവിടെ വച്ചിരിക്കാന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നതിൻ്റെ കട്ടി പിടിച്ചിരിപ്പുണ്ടാവും. മനസ്സിലായി. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പാടാണ്. മനസ്സിലായി. ഓക്കെ, എൻ്റെ നല്ല 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 ടാസ്ക്കാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. എന്തായാലും ഞാനിത് സ്പീഡ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ കുറച്ചൊന്ന് അടിച്ച് കളയുകയാണെങ്കിൽ, കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, നോക്കാം. എന്തായാലും നമ്മളിതിൻ്റെ ഫുൾ പ്രോസസ്സിലൊക്കെ കടന്നു പോവാം. ഓക്കെ, സാധാരണ ഇങ്ങനെ ഇളവില്ലല്ലോ നമ്മൾ ഗ്രീസ് ഇത് ബ്രഷിൽസ് ഇങ്ങനെ പിടിച്ചിരിക്കും. മനസ്സിലായി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇക്കിളിയാക്കി കൊടുത്താൽ തന്നെ സാധനമൊക്കെ ഇളവി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരി, ഓക്കെ, നോക്കാം. ഇതിപ്പം ഒരുപാട് ഭയങ്കര കുറേ നാളായിട്ടുള്ള ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ടാണ് അത് എനിക്കിട്ടൊന്ന് വെച്ചതാണോ മച്ചമ്പി? അതെ, കുറച്ച് നാളായി ക്ലീൻ ചെയ്തിട്ട്. അത് ശരിയാണ്. അതായത് നിങ്ങൾ സ്ഥിരമായി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പണിപ്പെടേണ്ടി വരില്ല എന്നാണ് നിഷാൻ. പക്ഷേ ഇതൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ സാധാരണ ഞാൻ ചെയ്യുമ്പോഴും ഇത്രയും സാധാരണ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ വാഷ് ചെയ്ത് പോകാൻ പറ്റില്ല. സത്യം. ഇതൊരു വലിയ ടാസ്ക്കാണ്. ഒരു രണ്ടുപേരുടെ ജോലിയാണ്. ഈ ബ്രിസിൽസ് ഒക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ഇവിടെ ഈ കട്ടി പിടിച്ചിരിക്കണതേ ആ കട്ടി പിടിച്ചിരിക്കണേ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ അത് കളി പോയത് കണ്ടോ? അലിഞ്ഞു പോയത് കണ്ടോ? ഇത് കൊള്ളാണ് സാധനം. ഓക്കെ, മറ്റേ ജോക്കി വീലും കൂടെ അപ്പുറത്തെ സൈഡിൽ അതിലും ഉണ്ടാവും ആവശ്യം പോലെ. ഓക്കെ, സൈറ്റിലൊന്നും ഒരു പഞ്ഞവും ഇല്ല. എൻ്റെ തീരുമേ, നമുക്ക് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. എൻ്റെ ദൈവം, എടാ നല്ല വെളുത്തിടാ.
ഇവിടെ വൃത്തിയായി Man. ദേ ഇതുണ്ടോ? ശോ. ശ്ശേടാ. ഇത് കണ്ടോ? പൊളിച്ചു കേട്ടോ. ഇത് നമുക്ക് ഈ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയിൻ പുത്തൻ അതിനകത്ത് ഒരു ഇതുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷെ അത് കുറച്ച് ഇതുണ്ട് ഇവിടെ കണ്ട ഇത് അത് ഒരഞ്ഞു പോയിരിക്കണതിൻ്റെ അവിടെയൊക്കെ തിരിച്ച കളർ വന്നു. വാവ്, ഇത് സെറ്റ് സാധനമാണല്ലോ. ഇത്രയും സിമ്പിളായിട്ട് എപ്പോഴെങ്കിലും കഴിയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലില്ല, ഇതിപ്പോ നോക്കിയോ. ഓക്കെ. ഇതാണ് നമ്മൾ മോനെ ഗ്രീസാണ്. ഇത് ഉഗ്ര സാധനമാണ്, അടിപൊളി സാധനം. ഇത് കീടു സാധനമാണ്. ഒരു പിടി പിടിച്ചപ്പോൾ ആകെ ചെലവായത് ഇത്രയാണ്. ഇത് ഇത്രയും ഫുള്ള് നിറഞ്ഞിട്ടില്ലല്ലേ? ഫുള്ളില്ലായിരുന്നു. ഓക്കെ, കുറച്ച് ട്രൈ ചെയ്തിട്ട് കുറച്ച്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ വളരെ തുച്ഛമായ ക്വാണ്ടിറ്റി മതി. അതിനൊക്കെ നമ്മൾ സ്പ്രേ ആണ് ചെയ്യുന്നത്. ഒറ്റ ഇതിൽ തന്നെ എൻ്റെ ചെയിൻ നിറം തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ, വാവ്, ഉഗ്ര സാധനം. അപ്പോൾ പറ, ഇത് എത്ര രൂപയാണ് ഈ സാധനത്തിൻ്റെ വില? 170ആണ്. 169 രൂപയാണ്. ഓക്കെ. ഇത് എത്ര ml ആണ്? 100 ml ആണ്. സാധാരണ 100 ml മക്കോഫ് എത്ര രൂപ വരുന്നുണ്ട്? 100 ml അര ലിറ്റർ മക്കോഫിന്റെ കോൺസെൻട്രേറ്റ് വന്നിട്ട് 3000 രൂപ അടുപ്പിച്ചു. ഓക്കെ. അപ്പോൾ 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 ml 3000 രൂപ. അപ്പോൾ 100 ml 600 രൂപയോ? ഓ ഓക്കെ. ഇതപ്പോൾ ആകെ ഇത്ര രൂപയേ ഉള്ളൂ. 100 ml 169 രൂപയേ ഉള്ളൂ. ഓക്കെ. ഇത് ഉഗ്ര സാധനമാണ്. നിങ്ങൾ കോൺസെൻട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇത് ഗ്ലൗസ് യൂസ് ചെയ്ത് ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ പെയിന്റഡ് ഏരിയാസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ 5 times കോൺസെൻട്രേറ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം. ഓക്കെ ഓക്കെ. ബേസിക് പിന്നെ പെയിന്റഡ് ഏരിയാസിൽ ആദ്യം ഏതെങ്കിലും ആരും കാണാത്ത ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. അതായത് പെയിന്റിനെയും കൂടെ ക്വാളിറ്റി ഇല്ലാത്ത പെയിന്റ് ആണെങ്കിൽ പെയിന്റ് കൂടി പോകും. ശരി ശരി ശരി. എന്താണെങ്കിലും സംഗതി ഉഷാർ സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ഈ വീഡിയോയ്ക്ക് ആകെ 7 മിനിറ്റാണ് ടോട്ടൽ. അപ്പോൾ മിനിമം ഒരു 5 മിനിറ്റിൻ്റെ പണിയെ എടുത്തിട്ടുണ്ടോ. 5 മിനിറ്റ് തന്നെ ഇവൻ പുതുപുത്തനാക്കി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ക്യാൻ ഈസിലി എൻഡോസ് ദിസ്. അപ്പോൾ ഇത് എത്ര വെള്ളം വേസ്റ്റ് ആയിട്ട് ഇത് ഇത്ര വെള്ളമാണ്. കാരണം ഈ വെള്ളം ഒന്നും വെളിയിൽ പോയിട്ടില്ല. കാരണം ഇത് ഇപ്പോഴാണ് വെള്ളം വെളിയിൽ പോയി തുടങ്ങിയത്. ഇത് ഈ ചാക്കിൽ തന്നെ കെട്ടിക്കിടന്നതാണ്. അപ്പോൾ ആകെ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. സംഗതി പൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിഷാനെ വിളിച്ചാൽ പോരെ? നിഷാൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്. ഇനി കുറച്ച് 1-2 വലിയ സർപ്രൈസുകളും നിങ്ങളൊക്കെ ഞെട്ടാനൊക്കെ തയ്യാറായിക്കോളും. കുറച്ച് വലിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് ചാനലിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഒളിയാ. അപ്പം ആ വിശേഷങ്ങൾക്ക് എല്ലാവരും ട്യൂണിൻ. അപ്പോൾ എന്തായാലും ഈ പടക്കുതിര ഒന്നുകൂടെ നോക്കിക്കോളൂ. ഈ ഭാഗം മാത്രമേ ഇപ്പോൾ വൃത്തിയായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയല്ല നമ്മുടെ പഴയ സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടി വന്നൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ മാജിക് ഡ്രൈവ് ട്രെയിൻ ക്ലീനർ എന്നൊരു അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പറ്റിയെന്ന വിശ്വാസത്തോടെ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.